ഹലോ ഗൈസ്, വെൽക്കം ടു ആൻസേഴ്സ് വ്യൂസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഷോമി ഫോണുകളിലെ ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് ഡുവൽ ആപ്പ് എന്ന ഫീച്ചർ. ഈ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു സിംഗിൾ ഫോണിൽ തന്നെ 2 വാട്സപ്പും അല്ലെങ്കിൽ 2 ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചറാണിത്. ഞാൻ ഇവിടെ എൻ്റെ ഫോണിലെ സെറ്റിങ്സിൽ പോകുന്നു, എന്നിട്ട് ഡുവൽ ആപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ വാട്സപ്പിന് ഡുവൽ ആപ്പ് എന്ന ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഈ ഫോണിൽ 2 വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, എൻ്റെ ഫസ്റ്റ് വാട്സപ്പാണ് ഇത് ഈ ഫോണിലുള്ള. എൻ്റെ രണ്ടാമത്തെ വാട്സപ്പ് നിങ്ങൾക്ക് ഒരു യെല്ലോ ബാഡ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ രണ്ടാമത്തെ വാട്സപ്പ്. ഞാൻ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതിൽ 2 ചാറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ചാറ്റിൽ ഞാൻ കുറച്ച് വാട്സപ്പ് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിരുന്നു. ആ പിക്ചേഴ്സ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു എറർ മെസ്സേജ്, സോറി ദിസ് മീഡിയ ഫയൽ ഡസൻറ്റ് എക്സിസ്റ്റ് ഓൺ യുവർ ഇൻറ്റേർണൽ മെമ്മറി. എൻ്റെ ഫോണിലെ ഇൻറ്റേർണൽ മെമ്മറിയിൽ ഈ പിക്ചർ ഇല്ല എന്നാണ് കാണിക്കുന്നത്. എനിക്ക് ആ പിക്ചർ കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇതാണ് ഡുവൽ ആപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാൾട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് എല്ലാ ഷോമി ഫോണുകളിലും മെയിനായിട്ട് കാണുന്നൊരു പ്രശ്നമാണ്. ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാര മാർഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ പ്രശ്നം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഡുവൽ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡുവൽ ആപ്പ് വാട്സപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡുവൽ ആപ്പ് ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട് ഏത് പിക്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്താലും ഈ പിക്ചറെല്ലാം ഡൗൺലോഡ് ആകുന്നത് ഡുവൽ ആപ്പ് സ്പേസ് എന്ന സ്പേസിലേക്കാണ് ഡൗൺലോഡ് ആകുന്നത്. ഈ ഡുവൽ ആപ്പ് എന്ന സ്പേസിലേക്ക് ഡൗൺലോഡ് ആകുമ്പോൾ ഈ പിക്ചർ രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ മെമ്മറി ഇല്ല എന്ന് കാണിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ മെമ്മറിയും ഈ ഡുവൽ ആപ്പ് സ്പേസും എന്നത് സെപ്പറേറ്റ് സ്പേസ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ ഈ ഫോണിലെ എക്സ്പ്ലോറർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ ഫോൾഡേഴ്സൊക്കെ കാണാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ഇത്രയും ഫോൾഡേഴ്സാണ് ഉള്ളത്. ഇതിപ്പോൾ ഞാൻ ഉള്ളത് സ്റ്റോറേജ് ഫോർ ഡുവൽ ആപ്സ് എന്ന സ്പേസിലാണ് ഉള്ളത്. അതേപോലെ ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത ഇൻറ്റേർണൽ മെമ്മറി എന്ന് നമുക്ക് ഏത് മെമ്മറിയിലേക്കും മാറ്റാൻ സാധിക്കും, ഏത് സ്പേസിലേക്കും മാറ്റാൻ സാധിക്കും. മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അവിടെ മെമ്മറി കാർഡും കാണിക്കുന്നതാണ്, മൈക്രോ SD എന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇൻറ്റേർണൽ മെമ്മറിയിലാണുള്ളത്. ഇൻറ്റേർണൽ മെമ്മറിയിൽ ഇത്രയും ഫോൾഡേഴ്സ് കാണാൻ സാധിക്കും. ഈ ഇത്രയും ഫോൾഡേഴ്സിലുള്ള പിക്ചേഴ്സാണ് നമുക്ക് ഗാലറിയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പക്ഷേ നമ്മൾ ഡുവൽ ആപ്പ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന പിക്ചേഴ്സൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. അത് സെപ്പറേറ്റ് സ്പേസിലായതുകൊണ്ടാണ് നമ്മൾ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ മെമ്മറിയിൽ ഇല്ല എന്ന് കാണിക്കുന്ന എറർ മെസ്സേജ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റോറേജ് ഡുവൽ ആപ്പ് സ്റ്റോറേജിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡുവൽ ആപ്പ് സ്പേസിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ അതിലുള്ള വാട്സപ്പ് ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഡുവൽ ആപ്പിനുള്ള വാട്സപ്പ് ഫോൾഡറാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മീഡിയാസിൽ ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പ് ഇമേജസിൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ ഡുവൽ ആപ്പിലെ വാട്സപ്പിലുള്ള എല്ലാ പിക്ചേഴ്സും കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ മാത്രമേ ഡുവൽ ആപ്പ് വാട്സപ്പിലെ പിക്ചേഴ്സ് കാണാനുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇത് ഷോമി ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത്രയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മലയാളം ടെക് വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ തീർച്ചയായിട്ടും ആൻസേഴ്സ് വ്യൂസ് എന്ന ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.